അങ്ങനെ ഞാനും നിയാസും കൂടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ്. നല്ല അടിപൊളി പ്ലേസ് ആണ്. ഒരുപക്ഷെ ഈയിടെയൊക്കെ പത്രത്തിൽ വന്ന് എല്ലാവരും അറിഞ്ഞാണ് പുന്നയാർ വെള്ളച്ചാട്ടം. ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഏതാണ്ട് രാവിലെ എത്തിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ മറ്റാരുമില്ല. എന്താണേലും ഇവിടെ ഒരു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ റോഡിൻ്റെ കുറുകെ ഒരു പാലവും ചെറയും വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എല്ലായിടത്തും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. മുകളിലൊരെണ്ണം, താഴെയൊരെണ്ണം. ശരിക്കുള്ള എവിടെയാണെന്ന് ഒന്ന് ചോദിക്കാനായിട്ട് ആൾക്കാരൊന്നും കണ്ടില്ല. കുറച്ചുകൂടെ നടന്നു നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും നല്ല കാലാവസ്ഥയൊക്കെ മൂടി നിൽക്കുകയാണ്. അപ്പോൾ മഴ പെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കാണാം. ആലപ്പുഴ മധുര ഹൈവേയിൽ കഞ്ഞിക്കുഴി എത്തുന്നതിന് ഏകദേശം 1 കിലോമീറ്റർ മുന്നേ ഇടത്തോട്ടുള്ളൊരു വഴിയുണ്ട്. ആ വഴി പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വളരെ സുഗമമായിട്ട് എത്താവുന്നതാണ്. നടന്നിട്ടും ഒരു തീരുമാനമാകുന്നില്ല. ഇപ്പോൾ എത്തുമെന്ന് കരുതുന്നുണ്ട്, പക്ഷേ എത്തുന്നില്ല. കാര്യം പറഞ്ഞാൽ സൈഡിൽ കൂടെ അരുവി പോകുന്നുണ്ട്. വഴി ചോദിക്കാനായിട്ടാണെങ്കിൽ ആരെയും കാണുന്നുമില്ല. അങ്ങനെ നമ്മൾ തപ്പി നടന്ന വെള്ളച്ചാട്ടം കണ്ടെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ വിചാരിച്ച ഒരു 500 മീറ്ററൊക്കെ നടക്കാനുള്ളതാണ്. പക്ഷേ അതിൽ കൂടുതൽ നടക്കാനുണ്ട്. നല്ല കുത്തനൊക്കെയാണ്. മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് തെന്നി കിടക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ബാലൻസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. എന്നാണെങ്കിലും വന്നപ്പോഴത്തെ കാഴ്ച ഒരു രസമില്ല, ഒരു നഷ്ടവുമില്ല. വന്നതിൽ നല്ല കിടക്കാറ്റ് കാഴ്ചകളാണ്. അപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കി വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് വഴി തെറ്റും. വഴി തെറ്റുകയല്ല, നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ ഈ പുഴ മുറിച്ച് കിടന്നിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായിട്ട്. അപ്പം അത് കുറച്ച് റിസ്ക്കാണെന്നാണ് നാട്ടുകാരനായിട്ടുള്ള ഒരാൾ പറഞ്ഞത്. അത് കാരണം അവിടെ നിന്ന് കുറച്ച് വന്ന് ഒരു പാലം കടന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് നടന്നു പോരുകയായിരുന്നു. ബൈക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പോരാ. എന്തായാലും ഗൂഗിൾ മാത്രം ആശ്രയിച്ച് വരുമ്പോൾ നാട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ സാധിക്കും. വെള്ളച്ചാട്ടം എങ്ങനെയുണ്ടായിരുന്നെന്ന് നമുക്ക് നിയാസിന്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. അയ്യോ, അത് ഗംഭീരം കേട്ടോ. ശരിക്കും ഇതൊക്കെ കാണണം എന്ന് പറഞ്ഞ ഒരു ഭാഗ്യം തന്നെ. ഇങ്ങനെ ഒരു യാത്രയിലൂടെ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പകുതി വെച്ച് നിയാസ് പറഞ്ഞു, എടാ ഇതിന്റെ അറ്റമൊന്നും കാണാൻ പറ്റത്തില്ല, നമുക്ക് പോയാലോ എന്ന് വിചാരിച്ചു. അത് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നോണ്ടാ. പക്ഷേ ഈ റോഡ് ഇറങ്ങി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. അയ്യോ, ഹെവിയാ. വഴി ചോദിക്കാൻ ആരെയും കണ്ടില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് വന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഈ വന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു റിസോർട്ട് പോലെ കണ്ടെന്ന് തോന്നുന്നു. കുറെ പട്ടിയൊക്കെ ഇറങ്ങി വന്നു. ഭയങ്കര തുടലും ഇതൊക്കെ ഇട്ട് പേടിച്ചു പോയി.
നമ്മൾ ഇടുക്കിയിലെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഞ്ഞിക്കുഴിയിൽ നിന്ന് പാൽക്കുളമേടിനുള്ള വഴിക്കാണ് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. പ്രമോദ് കാണിച്ചിരുന്ന ഷോർട്ട് കട്ട് വഴിയൊക്കെ കയറി വീണേ, നല്ല കുത്തനെ കയറ്റ. പ്രമോദ് അങ്ങ് പറന്നു പോകും ആദ്യമേ. പിന്നെ ഞാനും നിയാസം കൂടെ വല്ല പിടിച്ച് അയ്യോ ഒന്നും വേണ്ട. നമ്മളത് പാൽക്കുളമേടിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയൊക്കെ നമ്മൾ വന്നത് ചുറ്റും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ നല്ല ഫോറസ്റ്റ് ഏരിയയിലോട്ട് കിടക്കുകയാണ്. അപ്പം ഈ സ്ഥലത്തെ കണ്ട് എന്നെ ഉള്ളം കയ്യിൽ എന്ന പോലെ അറിയാനുള്ള പ്രമോദാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പ്രമോദ് ആണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഫോറസ്റ്റാണ്. പിന്നെ ഇടയ്ക്ക് ഷോർട്ട് കട്ടുണ്ട്, ഒന്നും പറയണ്ട. പ്രമോദ് മുന്നേ പോകുന്നൊരു പോക്ക് ഉണ്ടാണല്ലോ. പിന്നെ ഞങ്ങളൊരു വിധത്തിൽ വലിഞ്ഞ് ചെല്ലും. പ്രമോദിന് ഇതൊക്കെ തന്നെ നിത്യ തൊഴിൽ അഭ്യാസം അങ്ങനെ എന്താണെന്നൊരു പറഞ്ഞിട്ടില്ല. അതുപോലെ പ്രമോദിൻ്റെ കാര്യം. അപ്പോൾ നമുക്കിനിയും മുകളിലോട്ട് പോവാം. ഇതിപ്പോൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സായി. പ്രമോദ് ദൂരെ ഒരു മല ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു നമുക്ക് അവിടെ എത്തണ്ടെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ശ്രമിച്ചു നോക്കുക. ഇച്ചിരി രാവിലെ വന്നായിരുന്നെങ്കിൽ കാഴ്ച കുറച്ചൊരു രസമായേനെ. ചൂടൊന്നും ഇത്രയും കാണില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ തലയിലൊക്കെ സൂര്യനിങ്ങനെ അടിച്ചിട്ട് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും വേറെ ഷോർട്ട് കട്ടിലേക്ക് കയറുവാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങാറുണ്ട്. ഞങ്ങളിങ്ങനെ വന്ന വഴിക്ക് പലയിടത്തും ആന ഇറങ്ങിയ പാടുകളൊക്കെ കാണാമായിരുന്നു. കണ്ടോ, പുല്ലൊക്കെ ചവിട്ടി മെതിച്ചിട്ടിട്ടുണ്ട് ആന. ഒരു ഇല്ലിക്കാടിൻ്റെ ഇടക്കൂടെ ഉള്ളൊരു ഷോർട്ട് കട്ട്. ഇല്ലിയല്ല, ഈറ്റക്കാട്. അങ്ങനെ നമ്മൾ നടന്ന് പാൽക്കുളമേടിൻ്റെ താഴ്വാരത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മുകളിലോട്ട് പോകണമെന്നാണ് പ്രമോദ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, പ്രമോദിൻ്റെ അമ്മ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി തന്നായിരുന്നു. അന്നേരം ഞങ്ങൾ ശക്തമായിട്ട് നിഷേധിച്ചായിരുന്നു. ഇതിൽ നിന്നും ആവശ്യമില്ല, ഇതൊക്കെ ഞങ്ങൾക്കൊന്നുമല്ല, ഇതൊക്കെ ചെറുത്, ഇതിനേക്കാളും വലിയ ചാട്ടം ചാടിയിട്ടുള്ളവനാണ് KK ജോസഫ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അമ്മയുടെ നിർബന്ധം മൂലം ഞങ്ങൾ അതൊക്കെ ആയിട്ട് പോകുന്നു. അതിപ്പോൾ നന്നായെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ വഴിയുണ്ടോ, ഇത് ഇങ്ങനെ പോയി ആ 6 അടിയിൽ കൂടെ ഇങ്ങനെ കാട്ടിൽ കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ അതിൽ പോകും. റോഡ് ഇതേ കണ്ടോ, അങ്ങ് കണ്ടോ വഴിയുണ്ടോ, അപ്പം വിളിക്കണേ ആ വഴി കൂടെ പോയാണ് എങ്ങനെ വിടുത്തി അതേവിടെ ചെല്ലും. ഇതേ ആ ചെല്ലും. അതാണ് മക്കൾ കേട്ടോ, അതേ കാണാം അങ്ങേറ്റം. അങ്ങോട്ട് വീടൊക്കെ ഉണ്ടോ, ഈ ആ ചെരുവി കണ്ടോ, വീടുണ്ടോ ഉണ്ടോ, അത് കണ്ടോ 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 അത് കണ്ടോ. ആ ദൂരെ ഒരു ടവറൊക്കെ നിൽക്കുന്ന കാണാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് മൊയിലിൻ പാറ. പിന്നെ അങ്ങോട്ട് മാറി ഉള്ളതാണ് മക്കുവള്ളി, അതൊക്കെ ഫോറസ്റ്റാണ്. ഇന്ന് സമയമില്ല, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ നമുക്ക് ശ്രമിക്കാമായിരുന്നു. ഈ പാൽക്കുളമേടിൻ്റെ ഒരു വശത്ത് ഒരു കുളമുണ്ട്, ആനകൾക്കൊക്കെ വെള്ളം കുടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പാൽക്കുളമേട് എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ ധാരാളമായിട്ട് ആനയൊക്കെ ഇറങ്ങുന്നതെന്നാണ് പ്രമോദ് പറഞ്ഞത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് മക്കുവള്ളി എന്നാണ് പ്രമോദ് പറഞ്ഞത്. അവിടെ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട്, വനത്തിൻ്റെ നടുക്ക് നെൽപ്പാടങ്ങളൊക്കെ ആയിട്ടുള്ള ഗ്രാമമാണ് മക്കുവള്ളി എന്നാണ് പ്രമോദ് ഇത് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ചുറ്റുപാടൊക്കെ ഭയങ്കര മനോഹരങ്ങളാണ്. വിവിധ തരങ്ങളിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളും നല്ല ചിത്രശലഭങ്ങളും. നമുക്ക് യോഗമുണ്ടേലോ ആണോ ഇല്ലാലോ എന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ആനയൊക്കെ വരാം. എന്തായാലും കാഴ്ചകളുടെ ഒരു പൂരം തന്നെയാണ്.
പാൽക്കുളമേടിൻ്റെ ടോപ്പ് ഇതാണ്. ഇങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രമോദ് ഇത് ഓടി കയറിയിട്ടുള്ളതാണ്. അപ്പം പ്രമോദിൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ലിങ്കുണ്ട്, അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ പ്രമോദ് ഇത് ഓടിക്കയറും, നമ്മളിത് വലിഞ്ഞു കയറും. നമ്മൾ ഓടുകയൊക്കെ ചെയ്യും, പക്ഷെ കയറിയില്ല, പുകയിന്ന് വല്ലതും പിടിച്ച് വലിക്കുന്ന പോലെ ഇരിക്കും. പ്രമോദ് അങ്ങ് ദൂരെ ഒരു പൊട്ട് മാത്രമായി പോയിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി കയറ്റ. ഞാനും നിയാസും ഒക്കെ ഇങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ മെല്ലെ കയറുകയാണ്, ഒരു രക്ഷയില്ല. പക്ഷേ പ്രമോദ് ഏറ്റവും മുകളിലെത്തി ഓടിയാണ് കയറിയത്. ഈ പുള്ളിക്ക് ഓട്ടത്തിന് വല്ല നോബൽ പ്രൈസ് ഉണ്ടെങ്കിൽ, മല കയറാനുള്ള ഓട്ടത്തിന് വല്ല നോബൽ പ്രൈസ് ഉണ്ടെങ്കിൽ കൊടുക്കണം കേട്ടോ. ഇത് കാണുന്ന ഏതെങ്കിലും സർക്കാർ അധികാരികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കണം. ഞങ്ങളൊരു 4 ഇടത്തെങ്കിലും ഇരുന്നത്. നിയാസൊക്കെ പാവം. അങ്ങനെ പ്രമോദ് നമ്മുടെ പാൽക്കുളമേടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ എവറസ്റ്റ്, ഇടുക്കിയിലൊരു എവറസ്റ്റ് കീഴടക്കിയിട്ടാണ് പ്രമോദ് ഈ നിൽക്കുന്നത്, ഓടിക്കേറി. ഞങ്ങളും അതിനുള്ള വഴിയിലാണ്, ഏതാണ്ട് അടുത്തൊക്കെ എത്താറായി. അങ്ങനെ ഒരു വിധത്തിൽ പാൽക്കുളമേടിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. എന്താണേലും പ്രമോദിനൊന്നും സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. പ്രമോദിനെ നമ്മൾ ജോൺസ് ബുക്ക് ഓഫ് ഗിന്നസിൽ എടുത്തു കേട്ടോ നിയാസേ. അതായത് നമുക്കിവിടുന്ന് പ്രത്യേക പ്രശസ്തി പത്രമോ മെഡലോ ഒന്നും കൊടുക്കാനില്ല. നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം മാത്രം കൊടുക്കും. നമ്മുടെ പാട് അങ്ങനെയാണ്. 2019 ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പാൽക്കുളമേട് 2019 ഞാൻ ഈ മല ഓടിക്കയറിയതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പാൽക്കുളമേടിൻ്റെ ഏറ്റവും ഉയരമാർന്ന സ്ഥലത്താണ്. കുരിശിൻ്റെ ചുവട്ടിലാണ് നമ്മളിന്നിപ്പോൾ നിൽക്കുന്നത്. ഇത് അങ്ങ് എൻ്റെ ബാക്കിലായി അങ്ങ് ദൂരെ, മഞ്ഞായതുകൊണ്ട് കാണാൻ കഴിയില്ല, ഇടുക്കി ഡാമാണ് കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് പുറകെ കാണപ്പെടുന്നത് ഇടുക്കി വാഴത്തോപ്പ് പള്ളിയാണ്. പിന്നെ നേരെ എൻ്റെ പുറകിൽ കാണപ്പെടുന്നത് മണിയാറൻകുടി ഒരു ഗ്രാമമാണ്. എൻ്റെ നേരെ ബാക്കിലായി അങ്ങ് കാണുന്ന മല മക്കുവള്ളിയാണ്. മക്കുവള്ളിയിലൊരു 80ഓളം കുടുംബങ്ങളുണ്ട്. അവർക്ക് ഈയിടയ്ക്ക് കറണ്ട് ലഭിച്ചു. അവർ നല്ലൊരു ജീവിതം, നല്ലൊരു കാടിന് നടുക്ക് മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് ശുദ്ധമായ വായു ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എൻ്റെ കൂടെ നിയാസ് ചേട്ടനും ജോൺ ചേട്ടനും ഞാൻ മുൻപ് പരിചയപ്പെട്ട് എൻ്റെ കൂട്ടുകാരായതാണ്. അവർ നമ്മുടെ ദേശത്തെ കാണുവാനും പാൽക്കുളമേടിൻ്റെ മനോഹര ദൃശ്യം പകർത്തുവാനുമായിട്ട് ഇവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് പാൽക്കുളമേട്. ഇടുക്കിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആലപ്പുഴ മധുര ഹൈവേയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 3-4 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പാൽക്കുളമേട്ടിൽ എത്താം. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു സ്ഥലമാണ് പാൽക്കുളമേട്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3125 മീറ്റർ ഉയരത്തിലാണ് ഇതിൻ്റെ ഏറ്റവും പീക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞാൽ രസകരമായ കാഴ്ചകളുടെ ഒരു പ്രപഞ്ചം തന്നെയാണ്.
നമ്മൾ ആ പാൽക്കുളമേട്ടിൻ്റെ ആ വലിയ കൊടുമുടി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇതോ അതാണ് നമ്മൾ കയറിയ മല. കയറിയതുപോലെ തന്നെ ഇറങ്ങാനും അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഉള്ളൊരു സംതൃപ്തി എന്ന് പറഞ്ഞാണല്ലോ, അതൊരു മറ്റൊന്ന് തന്നെയാണ്. നല്ല തകർപ്പൻ കാഴ്ചകളും വല്ലാത്ത ഒരു ഫീലാണ് എൻ്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ. കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം വരുന്ന ആൾക്കാരൊക്കെ നല്ല ട്രക്കിങ്ങൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലോട്ടൊക്കെ രസമായിട്ട് കയറാം. പ്രമോദിൻ്റെ അമ്മ തന്നുവിട്ട ഏത്തപ്പഴം ഒന്നിനു പുറകെ ഒന്നായിട്ട് നിയാസ് അടിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. തന്നപ്പോൾ പറഞ്ഞ് അമ്മ ഇതിൻ്റെ ഏത്തപ്പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഏത്തപ്പഴം ഇല്ലാണ്ട് ഞങ്ങൾ ഒത്തിരി മല കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞു. വെള്ളം തന്നു. വെള്ളമോ, ഞങ്ങൾ പച്ചവെള്ളം കുടിക്കാണ്ട് ഉച്ചവരെ മല കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം 2 ലിറ്റർ വെള്ളം തന്ന് നിയാസ് തന്നെ കുടിച്ചു തീർന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വല്ല പാൽക്കുളമേട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലരുമൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കേട്ടോ, ഞങ്ങൾ ശേഖരിച്ച കുറച്ച് പ്ലാസ്റ്റിക്കാണ്. ഇത് ഞങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ചെയ്തതൊന്നുമല്ല. പക്ഷേ ഇത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊന്ന് ഈ പ്ലാസ്റ്റിക് ഇട്ട് നമ്മുടെ ആ ചുറ്റുപാടിനെ, ആ പ്രകൃതിയെ നശിപ്പിക്കാണ്ട് പോകണമെന്ന് ഒരു സന്ദേശത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഒരു ചെറിയ ഭാഗ്യമായിട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കെല്ലാം അതിൽ ശേഖരിച്ച് നമുക്ക് തിരിച്ച് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. താഴെ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാനുള്ള സ്ഥലത്ത് ഇട്ട് നമ്മുടെ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് സുരക്ഷിതമായിട്ടും സുന്ദരമായിട്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ പലയിടത്തും ഇപ്പം പന്നി കുത്തിയ പാടുകളുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഈ പാടുകളൊന്നും ഇല്ലായിരുന്നു. എന്താണെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇടയ്ക്ക് പാൽക്കുളമേട്ടിൻ്റെ മുകളിലൊക്കെ ആന ഇറങ്ങുന്നതൊക്കെയാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എന്തായാലും ആനയൊന്നും കാണാൻ പറ്റില്ല. ഒരുപക്ഷെ കുറച്ചുകൂടെ രാവിലെ ആയിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നെന്നാണ് പ്രമോദ് പറഞ്ഞത്. അതായത് രാവിലെ മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയുള്ളപ്പോഴത്തേക്കും ആന കാട്ടിലധികം നിൽക്കാണ്ട് ഇങ്ങനെ പുറത്തോട്ട് വരുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്താണേലും ഇന്ന് ഇതൊന്നും സംഭവിച്ചില്ല. ഇന്ന് പാൽക്കുളമേട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് മെല്ലെ തിരിച്ചിറങ്ങുകയാണ്.